രാവിലെ ഈ ദുരന്ത മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യത്തോടു കൂടിയുള്ള യോഗം നടന്നിരുന്നു. അതിൽ നമ്മുടെ വ്യത്യസ്ത സേനാ വിഭാഗങ്ങളും നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദവും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാം ഉണ്ടായിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി എല്ലാം അതിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം നടന്നു. ആ യോഗത്തിൽ ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് പുറമെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും പങ്കെടുത്തിരുന്നു. ഇവിടെ ഉണ്ടായ ദുരന്തത്തിൽ എല്ലാവരും ഒരേ മനസ്സോടെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നടന്ന ഏകോപിതമായ പ്രവർത്തനങ്ങളെ അതേ രീതിയിൽ തന്നെ വിലയിരുത്തി തുടർ പ്രവർത്തനം ഏകോപിതമായി നടത്താനാണ് നിശ്ചയിച്ചത്. ഇപ്പോൾ നാം കൂടുതൽ ശ്രദ്ധിച്ചത് ഈ ദുരന്തത്തിനിരയായി അവിടെ കഴിയുന്ന ആളുകളിൽ ഒറ്റപ്പെട്ടു പോയ ആളുകളെ രക്ഷിച്ചെടുക്കാനായിരുന്നു. അതിലെല്ലാവരും നല്ല സേവനം നടത്തിയെങ്കിലും ഏറ്റവും മികവാർന്ന പ്രവർത്തനം പട്ടാളത്തിൻ്റേതായിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത പട്ടാള മേധാവി ഈ യോഗത്തിൽ അറിയിച്ചത് എല്ലാവരെയും രക്ഷിക്കാൻ കഴിയുന്ന എല്ലാവരെയും രക്ഷിച്ചെടുത്തിട്ടുണ്ട്, ഇനി ആരും അവിടെ ബാക്കിയില്ല എന്നുള്ള ഒരു വിവരമാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ കാണാതായ ഒട്ടേറെ ആളുകളുണ്ട്. ഇപ്പോൾ മരണപ്പെട്ട ആളുകളെ നമുക്ക് കണ്ടെത്താനായി ഒരു ഭാഗം ചെതറിയ ശരീരമാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിലൊരു പ്രയാസമുണ്ടായിരുന്നത് ഈ പ്രദേശത്തേക്ക് കടന്ന് അവിടെ കൂടിക്കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്ത് അടിയിലുള്ള ആളുകളെ കണ്ടെത്താനുള്ള ശ്രമത്തിന് വിഘാതമായി വന്നത് ആവശ്യമായത്ര മെഷീനറികൾ അവിടെ എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പം അതിൽ നല്ല പുരോഗതി ഉണ്ടായത് ആ പാലം നിർമ്മിക്കുന്നതിലാണ്. അപ്പോൾ ആ ബേലി പാലം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇനി അതിലൂടെ ഈ പറഞ്ഞ മെഷീനറികൾ അങ്ങോട്ട് കടത്തിക്കൊണ്ടുപോകാനും അവിടെ ആവശ്യമായ മണ്ണൊക്കെ നീക്കം ചെയ്ത് കെട്ടിടത്തിനുള്ളിൽ തന്നെ ആളുകൾ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് തീർച്ചപ്പെടുത്താനും കഴിയും. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ തുറന്ന് നടത്തുകയാണ്. നിലമ്പൂർ ഭാഗത്തേക്ക് ഒഴുകിപ്പോയ ചാലിയാറിൽ വെച്ച് ചാലിയാർ പുഴയിൽ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ അത് നല്ല ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കണ്ടെത്തിയത്. തുടർന്നും നല്ല തോതിൽ തന്നെ ആ ശ്രമം നടത്തി ഏതെങ്കിലും ശരീരമോ ശരീരഭാഗമോ നദിയിലുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമം തുടരാനും നിശ്ചയിച്ചിട്ടുണ്ട്.